ഗവർണർ ആഞ്ഞടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഗവർണർ ആഞ്ഞടിച്ചിട്ടുണ്ട്. സർക്കാരിനേക്കാൾ വേഗത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞത് നട്ടെല്ലുള്ള ഗവർണർ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഉറപ്പുകൾ പാലിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള വിശ്വാസമാണ് അവരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം ഈ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫെബ്രുവരി 18 ഇന്നിപ്പോൾ മാർച്ച് 2 ആയിരിക്കുന്നു. കോളേജിൽ നിന്ന് എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യം അവിടെ ഉണ്ടാകുമ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നതെന്ന് പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഡിവൈഎസ്പിയാണ്, കൽപ്പറ്റ ഡിവൈഎസ്പിയാണ്. പക്ഷേ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ UGCയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ മാത്രമാണ് അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് അറിഞ്ഞത് എന്ന് ഡീൻ കൂടി ആയ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ MK നാരായണൻ പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമല്ല. ഈ മൃതദേഹം ശുചിമുറിയിൽ നിന്ന് അഴിച്ച് താഴേക്ക് മാറ്റുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലും ഡീൻ കൂടി ഉണ്ടായിരുന്നു സാക്ഷിയായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സിദ്ധാർത്ഥന് മർദ്ദനമേറ്റു എന്നുള്ളതും ഹോസ്റ്റലിൽ വിചാരണ നടന്നു എന്നുള്ളതും വസ്തുതയാണ്. നമ്മുടെ മുന്നിൽ ആ വാർത്ത എത്തിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ തടയുന്നതിൽ എന്ത് നടപടിയെടുത്തു, നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ഇത്രയും ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം വരുന്നു. ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആദ്യം 12, പിന്നെ 18, ഇപ്പോൾ 31 പേർ എന്ന് പറയുന്നു. ആ രൂപത്തിൽ ഈ എണ്ണം പറയുമ്പോഴും എന്ത് നടപടി ആ കാര്യത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ കോളേജുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായി എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഡീനെയും അസിസ്റ്റന്റ് വാർഡിനെയും പുറത്താക്കാൻ നിന്നപ്പോഴാണ് സസ്പെൻഷൻ ഉണ്ടായതെന്നാണ് ഇന്ന് VC പറഞ്ഞത്. അപ്പോൾ ഇത്ര ദിവസം വേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതിനും പരീക്ഷാ വിലക്ക് ഏർപ്പെടുത്തുന്നതിനും അപ്പുറം നടപടികളിലേക്ക് കടക്കാൻ കൂട്ടാക്കാതിന് സർക്കാരിനെ കടത്തിവെട്ടിക്കൊണ്ട് ഗവർണർ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു. ക്രിമിനലുകൾ എന്ന SFI പ്രവർത്തകരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അത് ആവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു നടപടിക്ക് ഗവർണർക്ക് ഇങ്ങനെ വേഗത്തിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിയത് സർക്കാർ തന്നെയാണ്. സർവകലാ ചട്ടം അനുസരിച്ചുള്ള നടപടികൾ സിദ്ധാർത്ഥന്റെ മരണശേഷം സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി ഇന്ന് ഗവർണർ പറയുന്നുണ്ട്. തന്നെ ഇത് അറിയിക്കേണ്ടിയിരുന്നു. യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചാൻസലർക്ക് നൽകിയത് ഇന്നലെ മാത്രമാണ് എന്നുകൂടി ഗവർണർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യങ്ങൾ വളരെ പതുക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചാടി വീണ് നടപടിയെടുത്തതിന് പിന്നിൽ വേറെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. നേരത്തെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ കൂടിയുണ്ട്. VC തന്നെ പറഞ്ഞ പോലെ വിസ്തീർണം പോലും ചോദിക്കാതെ ഗവർണർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ആ വേഗത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ചാൻസലറുടെ ചിറകരിയാൻ കൊണ്ടുവന്ന ബില്ലുകൾ രാഷ്ട്രപതി ഫ്രീസറിൽ വെച്ചത് ഗവർണർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. പോലീസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. പോലീസ് നല്ല പോലീസാണ്, കേരളത്തിലെ പോലീസ് നല്ല അഭിപ്രായമാണ്. പക്ഷേ പോലീസിനെ നന്നായി അന്വേഷിക്കാൻ ഇവിടുത്തെ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് SFI കൂട്ടുകെട്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അത് പറയുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.